എല്ലാവർക്കും സിമ്പിൾ വേൾഡ് ഓഫ് സാൻസ്ക്രിറ്റിലേക്ക് സ്വാഗതം. ഓണപരീക്ഷകളെല്ലാം കഴിഞ്ഞു. നമ്മൾ പുതിയ യൂണിറ്റ് ആരംഭിക്കുകയാണ്. രണ്ടാമത്തെ ഏകകം സാർത്ഥകം ജീവിതം. നമുക്കറിയാം, നമ്മുടെ പുതിയ പാഠപുസ്തകങ്ങളെല്ലാം തന്നെ പ്രകൃതിയുമായി നല്ല ബന്ധമുള്ള പാഠപുസ്തകങ്ങളാണ്. പ്രകൃതി സ്നേഹവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് പുസ്തകത്തിൽ ഉടനീളം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ യൂണിറ്റിന് തുടക്കത്തിൽ കാണിച്ചിരുന്ന ചിത്രം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചിത്രമാണ്. സാർത്ഥകം ജീവിതം, അർത്ഥപൂർണമായ അർത്ഥതുല്യമായ ജീവിതം എന്ന പേരിൽ തുടങ്ങുന്ന ഈ രണ്ടാമത്തെ ഏകകത്തിൻ്റെ തുടക്കത്തിൽ കാണുന്ന ഈ ചിത്രം ഒരുപോലെ പ്രകൃതിയുടെ മനോഹാരിതയും മനുഷ്യൻ്റെ ദുഷ്പ്രവൃത്തികൾ മൂലം പ്രകൃതിക്കുണ്ടാകുന്ന മാറ്റങ്ങളും ഒരുപോലെ വരച്ചു കാണിക്കുന്ന ഒരു ചിത്രമാണ്. നിങ്ങൾ ആ ചിത്രത്തിലേക്ക് നോക്കിയാൽ അതിൻ്റെ വലതുവശം ശ്രദ്ധിച്ചാൽ മനോഹരമായ ഒരു ഭൂമിയുടെ ചിത്രം. ആ ഭൂമിയിൽ എന്തെല്ലാമുണ്ട്? മനോഹരമായ വൃക്ഷം ഏറ്റവും ഉയരത്തിൽ കാണാം. അതിൻ്റെ താഴെ ഒരു ചെറിയ മനോഹരമായ വൃക്ഷം. ഒരു കുട്ടി തൈ നടുന്നു. വലതുവശത്തൊരു മല. ആ മലയിലൂടെ ധാരാളം ആവാസ വ്യവസ്ഥകളുള്ള ഒന്നാണ് ഒരു മല അല്ലെങ്കിൽ പർവ്വതം എന്ന് പറയുന്നത്. ധാരാളം കിളികൾ അതിൻ്റെ മുകളിലൂടെ പറക്കുന്നു. അതിൻ്റെ വലതുവശത്തും ഒരു വൃക്ഷമുണ്ട്. അതിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു കൈ, അത് മനുഷ്യൻ്റെ കൈയാണ്, പ്രകൃതിയെ സംരക്ഷിക്കുകയാണ്. ആ പ്രകൃതിയിലൂടെ ഒഴുകുന്ന മനോഹരമായൊരു പുഴയും അതിലൂടെ ഒരു കൊച്ചു വഞ്ചിയിൽ നീങ്ങുന്ന ഒരു മനുഷ്യനും, ഇതെല്ലാം നമുക്ക് വലതുവശം നോക്കിയാൽ കാണാം. ആ മരത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള മരത്തിൻ്റെ മുകളിൽ മനോഹരമായ ഒരു പക്ഷിയുമുണ്ട്. ഇതെല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കും. എന്നാൽ ഇതേ പ്രകൃതി തന്നെ മനുഷ്യൻ്റെ ഇടപെടൽ മൂലം എങ്ങനെയായിത്തീരുന്നു എന്നാണ് ഇടതുവശം കാണിച്ചു തരുന്നത്. മനോഹരമായ കൈകളുള്ള മനുഷ്യൻ അതിൻ്റെ ഇടതുവശത്ത് നോക്കൂ. കരാള ഹസ്തങ്ങൾ കൊണ്ട്, ദ്രംഷ്ടകളുള്ള നഖങ്ങൾ കൊണ്ട് ഭൂമിയെ ആക്രമിക്കുമ്പോൾ, അതായത് ദുർചിന്തകൾ കൊണ്ടും ദുർപ്രവൃത്തികൾ കൊണ്ടും ഭൂമിക്ക് മേൽ നാശം വരുത്തുമ്പോൾ ഭൂമിയുടെ അവസ്ഥ നോക്കൂ. മനോഹരമായിരുന്ന ആ ഭൂമി എന്ത് സംഭവിച്ചു? വരണ്ടുണങ്ങിത്തീരുന്നു. ഫാക്ടറികളിൽ നിന്നുള്ള മലിനജലം പുഴയിലേക്ക് വിടുന്നു. പുഴ വളരെ മലിനമായിത്തീരുന്നു. ചപ്പുചവറുകൾ, വേസ്റ്റുകളെല്ലാം പുഴയിലേക്ക് ഇടുന്നു. ദുർഗന്ധം കൊണ്ടും നാറ്റം കൊണ്ടും ഇരിക്കാൻ വയ്യാത്ത അവസ്ഥ. കളങ്കപ്പെട്ട മനോഹരമായ നീല നിറത്തിലൊഴുകിയ നദി ഇപ്പോൾ കറുത്ത് കരിവാളിച്ച് വളരെ മലിനമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. മനോഹരമായ പർവ്വതത്തിൻ്റെ താഴ്വരകൾ നോക്കൂ. മലയെല്ലാം ഇടിച്ച ഒരു JCB ഇടതുവശത്ത് നോക്കിയാൽ കാണാം. അതിൻ്റെ കരാള ഹസ്തങ്ങൾ കൊണ്ട് മല തുരന്ന് മാറ്റിയിരിക്കുകയാണ്. ഭൂമി ആകെ വറ്റി വരണ്ട് കിടക്കുകയാണ്. കൂടാതെ ഒരു മനുഷ്യൻ അവിടെ വൃക്ഷം വെട്ടി നശിപ്പിക്കുകയാണ്. വരണ്ടുണങ്ങിയ വൃക്ഷം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. വലതുവശത്ത് ആ യുവതി അല്ലെങ്കിൽ പെൺകുട്ടി ചെടി നടുന്നതിൻ്റെ ഇടതുവശത്ത് അതേപോലെ നോക്കിയാൽ ആ വൃക്ഷം കരിവാളിച്ചിരിക്കും നമുക്ക് കാണാൻ സാധിക്കും, ചെടി. അതുപോലെ തന്നെ മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ വൃക്ഷത്തിൻ്റെ ഇടതുവശം നോക്കൂ. വൃക്ഷം വരണ്ട് ഉണങ്ങി ഇലകളെല്ലാം നശിച്ച് അതിൻ്റെ എല്ലാ മനോഹാരിതയും നശിച്ച് ആ മരം അവിടെ നിൽക്കുകയാണ്. ഇങ്ങനെ ഭൂമിയുടെ രണ്ടവസ്ഥകളെ, മനുഷ്യൻ്റെ ഇടപെടൽ മൂലം ഉണ്ടാകുന്ന രണ്ടവസ്ഥകളെയാണ് ഈ ചിത്രത്തിലൂടെ വ്യക്തമാക്കുന്നത്. പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് നമ്മെ പറഞ്ഞു തരുന്ന മനോഹരമായൊരു ചിത്രമാണ് ഏകകത്തിൻ്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത്. സാർത്ഥകം ജീവിതം, അർത്ഥപൂർണമായ ജീവിതം പ്രകൃതിയോടൊപ്പം എന്ന ആശയമാണ് ഈ പാഠം നമ്മോട് പറഞ്ഞു തരുന്നത്. ഈ പാഠത്തിൻ്റെ തുടക്കത്തിൽ യൂണിറ്റിൽ കാണുന്ന ഈ ചിത്രം നമ്മോട് സംവദിക്കുന്നത്. ഈ പാഠം ആരംഭിക്കുന്നതിന് മുമ്പ്, ഈ യൂണിറ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ലിങ്ക് ആക്ടിവിറ്റി 42-ാം പേജിൽ നമുക്ക് കാണാൻ സാധിക്കും. ശ്രീ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി രചിച്ച മനോഹരമായ മൈത്രീം ഭജത അഖില ഹൃജയത്രീം എന്ന ഗാനമാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിൽ മറ്റൊരു മഹത്തായ പാരമ്പര്യവുമുണ്ട്. അതായത് ഭാരതരത്ന പുരസ്കാര ജേതാവായ ശ്രീമതി MS സുബ്ബലക്ഷ്മി 1966 ഒക്ടോബർ 23-ന് ഐക്യരാഷ്ട്രസഭയിൽ ആലപിച്ച ഒരു ഗീതം. ഐക്യരാഷ്ട്രസഭയുടെ ഐക്യരാഷ്ട്ര ദിനത്തിൽ ലോകം മൊത്തം ഉണ്ടാകേണ്ട ബ്രദർഹുഡിനെ കുറിച്ച് പ്രഘോഷിക്കുവാനായി പാടിയ ഒരു ഗീതം എന്ന നിലയിലും ഈ ഗീതം വളരെ പ്രസിദ്ധമാണ്. ഇതാണ് ലിങ്ക് ആക്ടിവിറ്റി ആയി കൊടുത്തിരിക്കുന്നത്. ഈ ഗാനത്തിൻ്റെ മനോഹരമായ ആലാപനങ്ങൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് കുട്ടികൾക്ക് കാണിച്ച് കൊടുക്കാവുന്നതാണ്, കുട്ടികൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ 8 വരിയുള്ള ഈ കവിതയുടെ അർത്ഥം ഒന്ന് ഇവിടെ വിവരിക്കുകയാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും. ആദ്യത്തെ 4 വരി: മൈത്രീം ഭജത അഖില ഹൃജയത്രീം ആത്മവദേവ പരാനഭിപശ്യത യുദ്ധം ത്യജത സ്പർദ്ധാം ത്യജത ത്യജത പരേഷു അക്രമമാക്രമണം. ഇതിൻ്റെ അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ട്. സൗഹൃദം കൊണ്ട് ലോകത്തിലുള്ള എല്ലാവരുടെയും ഹൃദയം കീഴടക്കുക. മൈത്രീം ഭജത അഖില ഹൃജയത്രീം. നിങ്ങളെപ്പോലെ തന്നെ മറ്റുള്ളവരെയും കാണുക. ആത്മവദേവ പരാൻ അഭിപശ്യത. യുദ്ധം ഉപേക്ഷിക്കുക. അധികാരത്തിനായുള്ള അനാവശ്യ മത്സരം ഉപേക്ഷിക്കുക. യുദ്ധം ത്യജത സ്പർദ്ധാം ത്യജത. സ്പർദ്ധകൾ ഉപേക്ഷിക്കുക. ത്യജത പരേഷു അക്രമമാക്രമണം.
മറ്റുള്ളവരുടെ സ്വത്തുക്കൾക്ക് മേലുള്ള സ്വത്ത് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ സമ്പത്താവട്ടെ സ്വത്താവട്ടെ അവരുടെ എന്തുമാകട്ടെ മറ്റുള്ളവരുടെ ഒന്നിനെയും നമ്മൾ ആഗ്രഹിക്കരുത് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അതിക്രമം ഉപേക്ഷിക്കുക, അങ്ങോട്ടുള്ള കടന്നുകയറ്റം, അന്യൻ്റെ മേലുള്ള അനാവശ്യമായ കടന്നുകയറ്റം ഉപേക്ഷിക്കുക എന്ന് തന്നെയാണ് ഈ വരിയുടെ അർത്ഥം. അവസാനത്തെ 4 വരി ജനനീ പൃഥ്വി കാമദുഃഖാസ്തേ ജനകോ ദേവഃ സകല ദയാലുഹു ദാമ്യത ദത്ത ദയത്വം ജനതാഹ ശ്രേയോ ഭൂയാത് സകല ജനാനാം. ഇതിൻ്റെ അർത്ഥം ഭൂമി മാതാവ് ഒരു കാമധേനുവിനെ പോലെ നാം ആഗ്രഹിക്കുന്നതെല്ലാം നൽകാൻ വിധത്തിൽ വിശാലമായവളാണ്. അത്രത്തോളം വിശാലമായ സമ്പത്തുള്ളവളാണ് ഭൂമി മാതാവ്. അവൾ നാം ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്നു. വസ്ത്രങ്ങൾ, ഭക്ഷണം മുതലായ നമുക്ക് ആവശ്യമുള്ളതെല്ലാം. നമ്മുടെ പിതാവായ ദൈവം എല്ലാവരോടും വളരെ കരുണയുള്ളവനാണ്. അതായത് നമ്മുടെ ദൈവം, നമ്മുടെ പിതാവ് എന്ന് പറയുന്നത് മാതാവ് ഭൂമി, പിതാവ് ദൈവം എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. എല്ലാവരോടും കാരുണ്യവാനാണ്. അതിനാൽ സ്വയം നിയന്ത്രിക്കുക. നിങ്ങളുടെ സമ്പത്ത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക. അപരനോട് ദയ കാണിക്കുക. ഈ ലോകത്തിലെ എല്ലാവരും സന്തോഷവും സമൃദ്ധിയുള്ളവരായിരിക്കട്ടെ എന്നാണ് ഈ 4 വരി. ജനനീ പൃഥ്വി കാമ ദുഃഖാസ്തേ, എന്താണ് അമ്മയായ പൃഥ്വി ഭൂമി എന്താണ് കാമധേനുവിനെ പോലെയാണ്, അങ്ങനെയാകുന്നു. ജനകോ, ജനകനായ പിതാവായ ദേവൻ ഈശ്വരൻ, സകല ദയാലുഹു എല്ലാവരോടും ദയാലുവാണ്. ദാമ്യത ദത്ത ദയത്വം ജനതാഹ, എന്താണ് നമ്മളെല്ലാവരോടും സ്വയം നിയന്ത്രിക്കണം. നിങ്ങളുടെ സമ്പത്ത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യണം. ദത്ത ദയത്വം, അവരിനോട് ദയ കാണിക്കുക, മറ്റുള്ളവർ ദയ കാണിക്കുക എന്നാണ് പറയുന്നത്. ശ്രേയോ ഭൂയാത് സകല ജലാനാം, എല്ലാവർക്കും, ലോകത്തിലെ എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. ഭൂയാത്, അങ്ങനെ ഉണ്ടാകട്ടെ. ശ്രേയഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഐശ്വര്യം അല്ലെങ്കിൽ ശ്രേയസ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നാണ് ഈ മനോഹരമായ കവിതയുടെ അർത്ഥം. ഈ ലിങ്ക് ആക്ടിവിറ്റി പറഞ്ഞതിന് ശേഷം അതിൻ്റെ ഓഡിയോ ക്ലിപ്പൊക്കെ കാണിച്ചതിന് ശേഷം നമുക്ക് ഈ പാഠം ആരംഭിക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ പ്രകൃതിയുടെ ദൃശ്യങ്ങളെ, ഈ മനോഹരമായ ചിത്രത്തെ നിങ്ങളൊന്ന് വർണ്ണിച്ചു കൊടുക്കുക, കുട്ടികൾ മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് അടിയിലുള്ള വായിക്കാൻ പറ്റും. അർത്ഥപൂർണം ഭവേത് ജീവിതം, ജീവിതം അർത്ഥപൂർണമാണ്. തദർത്ഥം ജീവിതേ ധാർമ്മിക മൂല്യാനി പരിപാലനീയാനി ഭവേയുഹു, അതിനുവേണ്ടി ജീവിതത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ പരിപാലിക്കേണ്ടതുണ്ട്. ഏകകേ അസ്മിൻ സൗഹാർദ്ദ കുസുമാനി സർവേ ഭവന്തു സുഖിനഃ ഉഭയതാ മാതാ ഇതി ത്രയഃ പാഠാഃ സന്തി. ഈ ഏകകത്തിൽ അസ്മിൻ ഏകകേ സൗഹാർദ്ദ കുസുമാനി എന്ന് പറയുന്നൊരു പാഠം, സർവേ ഭവന്തു സുഖിനഃ എന്ന പാഠം, ഉഭയതാ മാത എന്നീ 3 പാഠങ്ങൾ ഉണ്ട് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 44-ാം പേജിൽ പാഠം ആരംഭിക്കുകയാണ്. ആദ്യ പാഠം ചതുർത്ഥഃ പാഠഃ സൗഹാർദ്ദ കുസുമാനി, സൗഹാർദ്ദ കുസുമങ്ങൾ, എന്താണ് സൗഹൃദത്തിൻ്റെ പൂക്കൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് അശോക ചക്രമാണ് പാഠത്തിൻ്റെ തുടക്കത്തിൽ കാണുന്ന പിക്ചർ അല്ലേ. അപ്പോൾ അശോക ചക്രം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുപോലെ തന്നെ നമ്മുടെ അഭിമാനത്തിൻ്റെ, രാഷ്ട്രഗൗരവത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമാണ്. തൊട്ട് താഴെ ഭാരത സർക്കാരിൻ്റെ ഔദ്യോഗിക മുദ്ര അവിടെ കാണാൻ സാധിക്കും. അടിയിൽ സത്യമേവ ജയതേ എന്ന് നമുക്ക് കാണാം. വലതുവശത്തായിട്ട് യഥോധർമ്മസ്തതോ ജയ, അശോകചക്രവും ഭാരതത്തിൻ്റെ അശോക സ്തംഭവും, തൊട്ട് താഴെയായിട്ട് യഥോധർമ്മസ്തതോ ജയ. ഇവ രണ്ടും 2 ധ്യേയവാക്യങ്ങൾ, ലക്ഷ്യവാക്യങ്ങൾ ആണ്, അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങളാണ്, മുദ്രാവാചകങ്ങൾ. സത്യമേവ ജയതേ എന്നത് എന്താണ് നമ്മുടെ ഭാരത സർക്കാരിൻ്റെയും, യഥോധർമ്മസ്തതോ ജയ എന്നത് സുപ്രീം കോടതിയുടേതുമാണ്. അപ്പോൾ സത്യമേവ ജയതേ എന്നത് മുണ്ടകോപനിഷത്ത് എടുത്താന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. യഥോധർമ്മസ്തതോ ജയ, എവിടെയാണോ ധർമ്മം അവിടെ വിജയമുണ്ടാകുമെന്ന് കൃഷ്ണൻ്റെ വചനമാണ്, മഹാഭാരതത്തിൽ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ഇത് 2 അവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്ക് കാണാം യഥാദൃശാനി ധ്യേയവാക്യാനി ശ്രുതാനി കിം, ഇത്തരത്തിലുള്ള ധ്യേയവാക്യങ്ങൾ, ലക്ഷ്യവാക്യങ്ങൾ അല്ലെങ്കിൽ മുദ്രാവാചകങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശ്രുതാനി ധ്യേയവാക്യാനി വദതു, നിങ്ങൾ കേട്ടിട്ടുള്ള ധ്യേയവാക്യങ്ങൾ പറയൂ. കുട്ടികളെ കൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള ധ്യേയവാക്യങ്ങൾ പറയിപ്പിക്കാൻ സാധിക്കും. ധാരാളം മോട്ടോവാചകങ്ങൾ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ടാവും, അതൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അഹർനിശം സേവാമഹേ, അതുപോലെ എന്താണ് സത്യം ശിവം സുന്ദരം, ധാരാളം നമുക്കറിയാം. അത് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക, അതിൻ്റെ മോഡൽസ് നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ദ്വേ ധ്യേയവാക്യേ അത്ര ദത്തെ, 2 ധ്യേയവാക്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാനവ ജീവനെ ധ്യേയവാക്യാനി ആപ്തവാക്യാനി സുഭാഷിതാനി ച നിതരാം പ്രാധാന്യമർഹന്തി, മാനവ ജീവിതത്തിൽ, മനുഷ്യജീവിതത്തിലെ ധ്യേയവാക്യങ്ങൾ, ആപ്തവാക്യങ്ങൾ, സുഭാഷിതങ്ങളെല്ലാം നിതരാം പ്രാധാന്യമർഹന്തി, വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു ആമുഖത്തിന് ശേഷം തൊട്ട് താഴെയായിട്ട്
മൂല്യാധിഷ്ഠിതം ഭവതി ജീവിതം. മൂല്യാധിഷ്ഠിതമാണ് ജീവിതം. വിദ്യാലയാः സർവദാ ഏകത്വസ്യ സൗഹൃദസ്യ ച പ്രഭവസ്ഥാനാനി ഭവന്തി. വിദ്യാലയങ്ങൾ എപ്പോഴും ഏകത്വത്തിൻ്റെയും അതായത് യൂണിറ്റിയുടെയും സൗഹൃദസ്യ ഫ്രണ്ട്ഷിപ്പിൻ്റെയും ഒക്കെ പ്രഭവസ്ഥാനങ്ങളാണ്, ഉത്ഭവസ്ഥാനങ്ങളാണ്. സ്നേഹ, ത്യാഗ, ദയ, മൈത്രി, പരോപകാര, കാരുണ്യം ഇത്യാദീനി വിവിധാനി മാനവിക മൂല്യാനി അധ്യയനേന സമാർജനീയാനി. പറയാണ്, സ്നേഹം, ത്യാഗം, ദയ, സൗഹൃദം, പരോപകാരം, കാരുണ്യം, കരുണ, ഇതെല്ലാം ഇങ്ങനെ വിവിധങ്ങളായ മാനവിക മൂല്യങ്ങൾ അധ്യയനേന എന്താണ് പഠനത്തിലൂടെ അല്ലെങ്കിൽ പഠിപ്പിക്കലിലൂടെ സമാർജനീയാനി നമ്മൾ എന്താണ് നേടിയെടുക്കുന്നതാണ്. കാനിജന സുഭാഷിതാനി പഠാമഹ. കുറച്ച് സുഭാഷിതങ്ങൾ പഠിച്ചാലോ, നമുക്ക് ഒരുമിച്ച് പഠിച്ചാലോ എന്നാണ്. പഠാമഹ, നമുക്ക് പഠിച്ചാലോ. എന്നിട്ട് സുഭാഷിതങ്ങളാണ് അടുത്ത പേജിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ പാഠത്തിൽ 3 സുഭാഷിതങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിനെല്ലാം പ്രത്യേകം അർത്ഥം, ആശയം, വിഗ്രഹം, അന്വയമെല്ലാം കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ പാഠത്തിൽ മാനവിക മൂല്യങ്ങൾ പകർന്നു തരുന്ന 3 സുഭാഷിതങ്ങളാണ് പാഠത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 45-ാം പേജിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ആദ്യത്തെ സുഭാഷിതത്തിലേക്ക് പോകാം. പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം വർജയേത്താദൃശം മിത്രം വിഷകുംഭം പയോമുഖം എന്നാണ് അവിടെ കാണുന്നത്. അന്വയം അവിടെ കൊടുത്തിട്ടുണ്ട്. പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം ച യത് മിത്രം. പരോക്ഷത്തിൽ കാര്യഹന്താരവും, നമ്മൾ കാണാത്തപ്പോൾ, നമ്മുടെ മുന്നില്ലാത്തപ്പോൾ നമ്മുടെ കാര്യങ്ങളെ നശിപ്പിക്കുന്നവനും, പ്രത്യക്ഷത്തിൽ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ പ്രിയം പറയുന്നവനും, പ്രിയമായത് പറയുന്നവനും, ച യത് മിത്രം, അങ്ങനെയുള്ള ഏത് മിത്രമാണോ, താദൃശം മിത്രം, അങ്ങനെയുള്ള മിത്രം, പയോമുഖം വിഷകുംഭം ഇവ വർജയേത്. അതായത് ഒരു കുടത്തിൽ നിറയെ പാല്, ആ പാൽക്കുടത്തെ നമ്മൾ കാണുമ്പോൾ ഒരു പാൽക്കുടമാണ്, പക്ഷേ അതിൻ്റെ മുകൾ ഭാഗം, ആ മുഖത്തിൽ, ആ കുടത്തിൻ്റെ മുഖത്തിൽ നമ്മൾ നോക്കുമ്പോൾ പാലാണ് കാണുന്നതിൽ ഉള്ളിൽ വളരെയധികം വിഷം നിറഞ്ഞിരിക്കുന്ന അങ്ങനെയുള്ളൊരു കുടം. ആ കുടം പോലെയാണ് ഇങ്ങനെയുള്ള മിത്രം. നമ്മളെ കാണുമ്പോൾ നല്ലത് പറയുകയും നമ്മളില്ലാത്തപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും നശിപ്പിക്കുകയും ചെയ്യുന്നവൻ, അങ്ങനെയുള്ളവൻ എങ്ങനെയാണ്? ഈ വിഷം നിറഞ്ഞിരിക്കുന്ന പാൽക്കുടം പോലെ, അതായത് ഉപരിഭാഗത്ത് പാല് പോലെ തോന്നുകയും താഴെ മുഴുവൻ വിഷം നിറഞ്ഞതുമായ ഒരു വിഷകുംഭം പയോമുഖം, വിഷം നിറഞ്ഞ പാൽക്കുടം പോലെയുള്ള ഇവനെ എന്ത് ചെയ്യണം? വർജിക്കണം. അവനെ അവനുമായിട്ടുള്ള കൂട്ടുകെട്ട് ഉപേക്ഷിക്കണം എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. അവിടെ അന്വയം ആശയം കൊടുത്തിരിക്കുകയാണ്. കാനിജന മിത്രാണി അസ്മാകം പുരതഃ പ്രിയം വദന്തി. ചില മിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ പ്രിയമായത് പറയും. കിന്തു തേ അസ്മാകം അസാന്നിധ്യേ കാര്യവിഘ്നം കുർവന്തി. കിന്തു എന്നാൽ, പക്ഷേ, തേ അവർ, അസ്മാകം അസാന്നിധ്യേ നമ്മുടെ അസാന്നിധ്യത്തിൽ കാര്യവിഘ്നം കുർവന്തി നമ്മുടെ കാര്യങ്ങളെല്ലാം നശിപ്പിക്കുന്നു, വിഘ്നം വരുത്തുന്നവരായി തീരുന്നു. ഉപരിഭാഗേ ക്ഷീരയുക്തം അന്തഃ വിഷപൂർണം ച കഠം യഥാ വർജം തഥാ താദൃശം മിത്രം വർജയത്. ഉപരിഭാഗത്തിൽ പാലോട് കൂടിയതും ഉള്ളിൽ വിഷം നിറഞ്ഞതുമായ ഒരു കുടം എങ്ങനെയാണോ നമ്മൾ ഉപേക്ഷിക്കുന്നത്, അതേപോലെ ഇത്തരത്തിലുള്ള മിത്രത്തെ ഉപേക്ഷിക്കണമെന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൻ്റെ ആശയം. വിഗ്രഹം അവിടെ കൊടുത്തുണ്ട്. കാര്യഹന്താരം, കാര്യം ഹന്തി ഇതി കാര്യഹന്ത, കാര്യം നശിപ്പിക്കുന്നത് എന്നാണ് കാര്യഹന്ത, അങ്ങനെയുള്ളവൻ കാര്യഹന്ത. തം അവനെ. അടുത്ത പ്രിയവാദിനം, പ്രിയം വദതി ഇതി പ്രിയവാദി, പ്രിയമായത് പറയുന്നത് പ്രിയം വദതി ഇതി, ഇങ്ങനെയുള്ളവനാണ് പ്രിയവാദി. തം അവനെ എന്നാണ് അർത്ഥം. ഇതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അന്വയം, ആശയം, വിഗ്രഹം. ശരിയായ തിരിച്ചറിവോടെ മാത്രമേ ഒരു മിത്രത്തെ സ്വീകരിക്കാവൂ എന്നാണ് ഈ സുഭാഷിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് അടുത്ത സുഭാഷിതത്തിലേക്ക് പോകാം. കരാവിവ ശരീരസ്യ നേത്രയോരിവ പക്ഷ്മണി അഭിചാര്യ പ്രിയം കുര്യാത് തന്മിത്രം മിത്രമുച്യത്തെ. ഇനി അടുത്ത മിത്രം. കരാവിവ ശരീരസ്യ നേത്രയോരിവ പക്ഷ്മണി അഭിചാര്യ പ്രിയം കുര്യാത് തന്മിത്രം മിത്രമുച്യത്തെ. ഇവിടെ പറയാണ്, അന്വയം പറയുകയാണ്. ശരീരസ്യ കരോ ഇവ, ശരീരത്തിന് കരങ്ങൾ പോലെ, കൈകൾ പോലെ, നേത്രയോഹോ പക്ഷ്മണി ഇവ, നേത്രങ്ങൾക്ക് കൺപീലികൾ, കൺപോളകൾ പോലെ, ഏത് മിത്രം അഭിചാര്യ പ്രിയം കുര്യാത്, ഏത് മിത്രമാണോ അഭിചാര്യ വിചാരിക്കാതെ തന്നെ പ്രിയം ചെയ്യുന്നത്, പ്രിയമായത് ചെയ്യുന്നത്, തത് മിത്രം മിത്രമുച്ചത്, അങ്ങനെയുള്ള മിത്രത്തെയാണ് യഥാർത്ഥത്തിൽ സുഹൃത്ത് എന്ന് വിളിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ
അന്വയം കൊടുത്തു. ആശയം പറയാണ്, ദേഹസ്യ കൃതേ കരോ, ദേഹത്തിനായിട്ട് കരങ്ങളും, നയനയോഹു കൃതേ പക്ഷ്മണീച്ച, എന്താണ്, നേത്രങ്ങൾക്ക് വേണ്ടിയിട്ട്, കണ്ണുകൾക്ക് വേണ്ടിയിട്ട് കൺപോളകൾ എന്ന പോലെയും, യഥാ ഛടിത്യേവ പ്രയോജനം കുരുതഃ, അത്തരത്തിൽ ഛടിത്യേവ, ഛടി എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ. ഇപ്പോൾ നമുക്ക് കണ്ണിലൊരു എന്തെങ്കിലും നമ്മുടെ നേരെ കണ്ണിന് നേരെ വന്നാൽ പെട്ടെന്ന് നമ്മൾ കൺപോള കൊണ്ട് എന്ത് ചെയ്യും, അടയ്ക്കും അല്ലേ. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ അത് അടയ്ക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടാണോ കൺപോള അടയുന്നത്? അല്ല, തന്നെ അടയുകയാണ്. അതുപോലെ തന്നെ കരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എന്തെങ്കിലും വന്ന് നമ്മൾ പെട്ടെന്ന് കൈകൊണ്ട് ഇങ്ങനെ തട്ടി അകറ്റാൻ വേണ്ടി ശ്രമിക്കും. ഇതേപോലെ പെട്ടെന്ന് തന്നെ പ്രയോജനം കുരുതഃ തഥാ, അങ്ങനെ ഈ കൺപോളകളും കരങ്ങളും നമുക്ക് പ്രയോജനം ചെയ്യുന്ന പോലെ, പെട്ടെന്ന് തന്നെ പ്രയോജനം ചെയ്യുന്ന പോലെ, തഥാ യഹ അവിചാര്യ അസ്മഭ്യം സഹായം കരോതി, അങ്ങനെ ആരാണോ അവിചാര്യ, വിചാരിക്കാതെ, നമ്മൾ ചിന്തിക്കാതെ തന്നെ, അസ്മഭ്യം നമ്മോട്, സഹായം കരോതി, സഹായം കരോതി, സഹായിക്കുന്നത്, സയേവ ഉത്തമ സുഹൃത്ത്, അവനാണ് ഉത്തമനായ സുഹൃത്ത് എന്ന് പറയുകയാണ്. പദച്ഛേദം കൊടുത്തിട്ടുണ്ട്. കരാവിവ, കരൗ പ്ലസ് ഇവ, കരാവിവ എന്നാണ് കൊടുത്തിട്ടുള്ളത്. നേത്രയോരിവ, നേത്രയോഹോ അധികം ഇവ, നേത്രയോരിവ, അവിടെ ആ വിസർഗം അവിടെ സൈലന്റ് ആയിത്തീരുന്നു. കരോ, ഔ ഈ രണ്ടും കൂടെ കൂടിച്ചേർന്ന് ആന്ന് ദീർഘം വരുന്നു. അതിൻ്റെ സന്ധി വിഗ്രഹങ്ങളുടെ കാര്യം പിന്നീട് പറയാം. കരാവിവ എന്നുള്ളത് കരൗ പ്ലസ് ഇവ എന്നാകുന്നു. അവും ഈയും കൂടി ആന്ന് ദീർഘം വരുന്നു. അങ്ങനെ കരൗ ഇവ എന്ന് വരുന്നു. മൂന്നാമത്തെ സുഭാഷിതം നമുക്ക് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ സുഭാഷിതത്തിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മൾ വിചാരിക്കാതെ തന്നെ പെട്ടെന്ന് നമുക്കൊരു ഉപകാരം ചെയ്യുന്നവൻ, നമ്മുടെ ശരീരത്തിന് കരങ്ങൾ പോലെ, കണ്ണുകൾക്ക് കൺപോളകൾ പോലെ, നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു ഉപകാരം ചെയ്യുന്നവനാണ് നല്ല സുഹൃത്തെന്നാണ് രണ്ടാമത്തെ സുഭാഷിതത്തിൻ്റെ അർത്ഥം. മൂന്നാമത്തെ സുഭാഷിതം നമുക്ക് നോക്കാം. യസ്യ മിത്രേണ സംഭാഷ, യസ്യ മിത്രേണ സംസ്ഥിതിഃ, മിത്രേണ സഹയോ ഭുങ്ക്തേ, തതോ നാസ്തിഹ പുണ്യവാൻ. നമുക്ക് നോക്കാം, അന്വയം നോക്കാം. യസ്യ മിത്രേണ സംഭാഷ, യസ്യ മിത്രേണ സംസ്ഥിതിഃ, യഹ മിത്രേണ സഹ ഭുങ്ക്തേ, തതഃ പുണ്യവാൻ ഇഹ നാസ്തി. ഇവിടെ പറയുകയാണ്, ആരാണോ സുഹൃജനേന സഹ സംഭാഷണം കരോതി, ആരാണോ സുഹൃത്തുക്കളോടുകൂടെ സംഭാഷണം ചെയ്യുന്നത്, തേന സഹ വർത്തതെ, അവൻ്റെ കൂടെ ഇരിക്കുന്നത്, തേന സഹ ഭുങ്ക്തെ, സുഹൃത്തിനോടുകൂടെ തന്നെ ഭക്ഷണം കഴിക്കുന്നത്, തസ്മാത് പുരുഷാത്, ആ പുരുഷനെ കൂടാതെ, അന്യഹ കോപി പുണ്യവാൻ അസ്മിൻ ലോകേ നാസ്തി, അങ്ങനെയുള്ള പുരുഷൻ ആണ് ഏറ്റവും വലിയ പുണ്യവാൻ ഈ ലോകത്തെ എന്ന് അതിൻ്റെ ആശയം അവിടെ കൊടുത്തിട്ടുണ്ട്. യസ്യ മിത്രേണ സംഭാഷ, അന്വയത്തിൽ പറയുന്നു, ഏത് മിത്രത്തോടാണോ എന്താണ് സംഭാഷ, നല്ല ഭാഷണം ചെയ്യുന്നവൻ. യസ്യ മിത്രേണ സംസ്ഥിതി, ഏത് മിത്രത്തോടെയാണ് നന്നായി അവൻ ഇരിക്കുന്നത്. യഹ മിത്രേണ സഹ ഭുങ്ക്തെ, ആരാണോ മിത്രത്തോടു കൂടി ഭക്ഷണം കഴിക്കുന്നത്, തതഃ പുണ്യവാൻ ഇഹ നാസ്തി, അങ്ങനെയുള്ള അത്തരത്തിലുള്ള ഒരു പുണ്യവാൻ ലോകത്ത് വേറെയില്ല. അപ്പം അങ്ങനെയുള്ള നല്ല സുഹൃത്താണ് ഏറ്റവും വലിയ പുണ്യവാൻ എന്നിവിടെ പറയുകയാണ്. ആശയത്തിൽ പറയുന്നുണ്ട്, യഹ സുഹൃത്ത് ജനേന സഹ സംഭാഷണം കരോതി, ആരാണോ സുഹൃത്ത് ജനങ്ങളോടുകൂടെ സംഭാഷണം ചെയ്യുന്നത്, തേന സഹ വർത്തതെ, അവനോടുകൂടെ ഇരിക്കുന്നത്, തേന സഹ ഭുങ്ക്തെ, അവനോടുകൂടെ കഴിക്കുന്നത്, തസ്മാത് പുരുഷാത്, ആ പുരുഷനേക്കാളും വലുതായിട്ട്, അന്യഹ കോപി പുണ്യവാൻ, മറ്റൊരു പുണ്യവാൻ അസ്മിൻ ലോകേ നാസ്തി, ഈ ലോകത്ത്, നമ്മുടെ ലോകത്ത് ഇല്ല. പദച്ഛേദം കൊടുത്തിട്ടുണ്ട്. തതോ നാസ്തിഹ, അത് പിരിച്ചെഴുതുമ്പോൾ തതഹ അധികം ന അധികം അസ്തി അധികം ഇഹ, തതഹ അധികം ന തതോ എന്നാവും. ന പ്ലസ് അസ്തി നാസ്തി പ്ലസ് ഇഹ, നാസ്തിഹ, ഇങ്ങനെയാണ് പദച്ഛേദവും കൊടുത്തിട്ടുള്ളത്. അത് പിരിച്ചെഴുതുമ്പോൾ തതഹ അധികം ന അധികം അസ്തി അധികം ഇഹ എന്ന് കൊടുത്തിട്ടുണ്ട്. സന്ധിവിഗ്രഹ കാര്യങ്ങൾ മറ്റ് എല്ലാം അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇപ്പോൾ സമയക്കുറവുകൊണ്ട് ഈ 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, 3 സുഭാഷിതത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അതിൻ്റെ ആമുഖം പറഞ്ഞു, നമ്മുടെ യൂണിറ്റിൻ്റെ അർത്ഥം പറഞ്ഞു, അതെന്താണ് വിശദീകരിക്കുന്നത് പറഞ്ഞു, തുടക്കത്തിലുള്ള ലിങ്ക് ആക്ടിവിറ്റിയും ഇന്ന് ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. വളരെ മനോഹരമായിട്ട് ഈ പാഠങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചേർത്ത് അടുത്ത വീഡിയോ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ശുഭദിനം. എല്ലാവർക്കും ആശംസകൾ. ധന്യവാദ.